ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കാസർഗോഡ് സ്റ്റൈലിലുള്ള ഒരു പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 2 പഴം എടുത്തിട്ടുണ്ട്, നേന്ത്രപ്പഴം. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പഴംപൊരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. അതിന് 2 വലിയ കുറച്ച് തടിയുള്ള പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആരെങ്കിലും വിരുന്ന് വന്നെങ്കിലോ പെട്ടെന്ന് വന്നെങ്കിലോ ഒക്കെ 2 പഴം ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള എന്താ പറയുക സാധനങ്ങൾ എപ്പോഴും വീട്ടിലിരിപ്പുണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് ഇന്ന് ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാനിങ്ങനെ പലകയിൽ വെച്ചിട്ട് മുറിക്കാറില്ല കേട്ടോ, കയ്യിൽ ഇങ്ങനെ വെച്ചിട്ടാണ് മുറിക്കാറുള്ളത്. ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം മക്കൾ ഇന്ന് സ്കൂളിൽ നിന്ന് വരുമ്പം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അവർ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ചോറും കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് സ്നാക്സ് തന്നെ കൊടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ഇട്ട് തന്നേ ഉള്ളൂ. അപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുണ്ടാക്കുന്ന പഴംപൊരിയുടെ ഒന്ന് റെസിപ്പി ചെയ്യുമെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം മൈദാമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മൈദാമാവ് നന്നായിട്ട് ഇങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ എന്താ പറയുക പഴംപൊരിക്ക് ടേസ്റ്റ് കൂടുന്നത്. അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരു ക്രിസ്പിനെസ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒരു ബീറ്റർ വെച്ചോ ഒരു സ്പൂൺ വെച്ചോട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു തിക്ക് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം പഴം ഒന്ന് മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ പഴം ഓരോന്നായിട്ട് മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ബീഫ് കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പഴംപൊരിയും ബീഫ് കറിയും ഇത് രണ്ടും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ പഴംപൊരി മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്ന് വെച്ചാലില്ലേ, ഞങ്ങളിവിടെ കാസർഗോഡില്ലേ പഴംപൊരിയും ബീഫ് കറിയും കൂടുതൽ റെസ്റ്റോറൻറ്റിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് വാങ്ങാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.